അപ്പോൾ എന്നെ അറിയുന്നവർക്കറിയുമ്പോൾ ഞാൻ ഇമോഷണലി ഭയങ്കര വീക്കായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ പിള്ളേരെന്ന് പറഞ്ഞാൽ അതേപോലെ ടീച്ചിങ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കംഫർട്ടബിൾ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പക്ഷേ കല്യാണം കഴിഞ്ഞിട്ട് എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഭയങ്കരമായിട്ട് പിള്ളേരെ ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെ നിന്ന് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഒത്തിരി സന്തോഷമായി. കുറച്ച് സമയമെങ്കിലും അവരുടെ കൂടെ എനിക്ക് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. അപ്പോൾ ആ വിശേഷങ്ങളാണ് ഇന്നത്തെ വ്ളോഗിൽ കാണിക്കുന്നത്. ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമാണ്. എൻ്റെ നാട്ടിൽ വന്നിട്ട് ഞാൻ ഇതുവരെ സ്കൂളിലേക്ക് പോയിട്ടില്ല. ഇന്ന് ഞാൻ എൻ്റെ പിള്ളേരെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു 3-4 years ആയിട്ട് ഞാനൊരു സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാരേജ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ റിസൈൻ ചെയ്തത്. അപ്പോൾ ഇന്ന് പോയിട്ട് എൻ്റെ പിള്ളേരെ കണ്ടിട്ട് വരാം. നിങ്ങൾ ആ സ്കൂളൊന്നും കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പോയിട്ട് സ്കൂൾ കാണാം, ടീച്ചേഴ്സിനെ കാണാം, പിള്ളേരെയൊക്കെ കണ്ടിട്ട് വരാം. ഓക്കെ. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു ഔട്ട്ഫിറ്റാണ് ഇടുന്നത്. ജസ്റ്റ് സിമ്പിളായിട്ട് റെഡി ആവുന്നൊരു കുഞ്ഞു ഷോർട്ടായിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് സൺസ്ക്രീൻ ഇട്ടു, ദെൻ അതിനുശേഷം കണ്ണെഴുതി, പൊട്ട് തൊട്ടു, പിന്നെ ഐബ്രോസൊക്കെ ഒന്ന് ഫില്ല് ചെയ്തു, ദെൻ അത് കഴിഞ്ഞിട്ട് ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു. ലിപ്സ്റ്റിക്ക് ഓൾറെഡി ഇട്ടിട്ടുണ്ടെങ്കിൽ അത് പോരാന്നുള്ള മട്ടിൽ ഞാൻ അഗെയിൻ കുറച്ചുകൂടെ ഒന്ന് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടു. അപ്പോൾ ഗൈസ്, ഞാൻ റെഡിയായി. അപ്പോൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്ക് ഇപ്പം തന്നെ ഒരു എന്താ പറയുക, എന്തൊരു ഫീൽ ഉള്ളത്. അപ്പോൾ ഞാൻ പോയിട്ട് കുട്ടികളെ കണ്ടിട്ട് വരാം. ബാക്കി വീഡിയോ നമുക്കപ്പോൾ കാണാം. ബൈ. റോഡരികിൽ നിൽക്കുമെന്ന് സ്കൂളിലോട്ടേക്ക് പോയിട്ട് വരാം. സ്കൂട്ടി എടുത്തിട്ടാണ് പോകുന്നത്. സ്കൂളിലേക്ക് പോകുമ്പോൾ ഞാൻ ജസ്റ്റ് ടീച്ചേഴ്സിന് കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് തന്നെ പോയത് നമ്മുടെ പ്രിൻസിപ്പളെ കാണാൻ വേണ്ടിയിട്ടാണ്. സാറിനെ കണ്ട് ഞാൻ കുറേ വിശേഷമൊക്കെ പറഞ്ഞു. പിന്നെ നേരെ മേലോട്ടേക്ക് പോകുമ്പോണ്ട് നമ്മുടെ പിള്ളേരിങ്ങനെ വരിയായി നിൽക്കുന്ന അവരോട് ജസ്റ്റ് ഹായ് ഒക്കെ പറഞ്ഞു, അവർ ഹായ് ഒക്കെ കാണിച്ച് എല്ലാവരും ഇങ്ങനെ, ഞാനിട്ടും വരുന്നത് പ്രതീക്ഷിച്ചില്ലല്ലോ. അപ്പോൾ അവരിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഇതാണ് സ്കൂള്. ഇന്ന് എക്സാം നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബാഗൊക്കെ പുറത്ത് വെച്ച് പിള്ളേർ എക്സാം എഴുതുന്നുണ്ട്. അവർക്ക് എക്സാം ആയതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഞാൻ സ്കൂളിലേക്ക് പോയത്. കാരണം അവരെന്നെ കണ്ടിട്ട് ഇനി എക്സാം എഴുതുന്നത് പിന്നെ അവർ ശ്രദ്ധിച്ചൊന്നും വരില്ലല്ലോ, കുഞ്ഞു മക്കളല്ലേ. അപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ട് ഒരു 11:30 ഒക്കെ ആകുമ്പോഴാണ് ഞാൻ പോയത്. അപ്പോഴത്തേക്ക് അവർ ഏകദേശം എക്സാമൊക്കെ എഴുതി കഴിഞ്ഞ് അവരെ കളി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പണ്ടത്തെ പോലെ തന്നെ നമ്മൾ പിള്ളേർ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കൂട്ടായിരിക്കും. ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടീച്ചറൊന്നും അല്ലേനു. അതുകൊണ്ട് തന്നെ അവരെ ജസ്റ്റ് കാണുമ്പോൾ എക്സ്പ്രഷനൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവരെങ്ങനെയാണ് എന്നോട് എന്നുള്ളത്. മേലെ പോയിട്ട് എല്ലാ ക്ലാസ്സിലെയും വീഡിയോ എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. നേരെ ഞാൻ പോയത് KG സെക്ഷനിലേക്കാണ്. KGയിലെ പിള്ളേരാണ് എന്നെ മേലെ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നല്ല എക്സാമാ? അടിപൊളിയാ? എല്ലാവരും ഹായ് പറഞ്ഞേ. ഓക്കേ. വീഡിയോ കാണലുണ്ടോ? അതെയാ? എല്ലാവരും ഹായ് പറഞ്ഞേ. എല്ലാരും വീഡിയോ കാണലുണ്ടോ? കാണലുണ്ടോ? അതെയാ? അതെയാ? KG പിള്ളേരോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും മേലെ എൻ്റെ പിള്ളേർ ഹായ് പറയാൻ തുടങ്ങി. അവർ എക്സാമൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി. ഞാൻ നേരെ മേലേക്ക് പോയി. ഇന്ന് നമ്മുടെ മൻഹയുടെ ബർത്ത്ഡേ ആണ്. അവളെനിക്ക് സ്വീറ്റ്സൊക്കെ തന്നു. ഞാൻ ബർത്ത്ഡേ വിഷ് ചെയ്തു. അപ്പോൾ ഇവരിങ്ങനെ ഫുള്ള് ചില്ലാണ്. എല്ലാവർക്കും പറയാനുള്ളത് എൻ്റെ യൂട്യൂബ് ചാനലിനെ കുറിച്ചിട്ടാണ്. അതാണ് അവർ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അവരോടിങ്ങനെ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. എൻ്റെ മക്കളെല്ലാവരും പോയി കണ്ടു. അവരിങ്ങനെ എന്താണ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, പക്ഷെ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യണം, അങ്ങനെയൊക്കെയാണ് പറയുന്നുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ അവരെ ആ ടൈം ഒന്ന് മ്യൂട്ട് ചെയ്തേട്ടാ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കണ്ടു, സംസാരിച്ചു. കുറച്ച് സമയം കിട്ടി. എന്തായാലും ഞാൻ വിചാരിച്ചത് അവർക്ക് എക്സാം ആയതുകൊണ്ട് അവരോടൊട്ട് സംസാരിക്കാൻ വേണ്ടി പറ്റില്ല എന്നാ. പക്ഷെ അവർ കുറച്ച് ടൈം ഫ്രീ ഉണ്ടായിരുന്നു സ്കൂൾ വേനൊക്കെ വരുന്നവരെ. അപ്പോൾ ഞാൻ ആ ടൈം ജസ്റ്റ് അവരെ പോയി കണ്ടിട്ട് ഇങ്ങനെ സംസാരിച്ചു. ഇന്ന് ഞാൻ പോയപ്പോഴത്തേക്ക് എൻ്റെ ചുറ്റിലും തന്നെ ഇങ്ങനെ പിള്ളേരുണ്ടായിരുന്നു. അവരിങ്ങനെ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ അവരോടും കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അതിനിടയിൽ മെയിനായിട്ട് അവർക്ക് പറയാനുള്ള കാര്യം എൻ്റെ ചാനലിനെ പറ്റിയിട്ട് തന്നെയായിരുന്നു. ഇന്ന് ഫുൾ അത് തന്നെയാണ് സംസാരിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് അപ്ലോഡ് ചെയ്യും വീഡിയോ, എല്ലാവരും കാണണം എന്നൊക്കെ. ഇതാണ് എൻ്റെ 6th സ്റ്റാൻഡേർഡിലെ പിള്ളേർ. അപ്പോൾ അവരെല്ലാവരും
എക്സാം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. എൻ്റെ മിസ്സുമാരെ കണ്ടോ? ഞാൻ ജസ്റ്റ് മിസ്സുമാരെയും കൂടി ഒന്ന് കാണിക്കുന്നുണ്ട്. എല്ലാവരും ബിസിയാണ്. ബസ് ഉള്ളതുകൊണ്ട് തന്നെ അവരെല്ലാവരും സ്പീഡിൽ പോകുന്ന തിരക്കിലായിരുന്നു. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര എന്താ പറയുക, എക്സൈറ്റഡ് ആയിട്ടായിരുന്നു ഞാൻ പോയത്. തിരിച്ചു വന്നത് അങ്ങനെ തന്നെയാണ്, ഹാപ്പി ആയിട്ടാണ്. എല്ലാവരെയും കണ്ടല്ലോ. ഇനി എപ്പോഴും കാണുമെന്ന് എനിക്കറിയില്ല അവരെ. എനിവേ എൻ്റെ പിള്ളേർക്ക് എല്ലാവർക്കും അവരെല്ലാവരും എൻ്റെ വീഡിയോസെല്ലാം കാണലുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ എല്ലാവർക്കും ഒരു ബിഗ് ഹായ് ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്. ഓക്കെ, ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, ടാറ്റാ.